ചക്കുളത്തുകാവ് പൊങ്കാല ഐതിഹ്യം. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിന്റെ സമീപം പണ്ടുകാലത്ത് വനപ്രദേശമായിരുന്നു. ആ കാട്ടിൽ വസിച്ചിരുന്ന ഒരു വേടനും അയാളുടെ ഭാര്യയും ദേവിയുടെ വലിയ ഭക്തരും. വേടനും കുടുംബവും മൺകലത്തിൽ ഭക്ഷണം പാകം ചെയ്ത ശേഷം അതിൽ നിന്ന് ദേവിക്ക് നിവേദിക്കുകയും ബാക്കിയുള്ളത് അവർ ഭക്ഷിക്കുകയുമായിരുന്നു പതിവ്. ഒരു ദിവസം വിറകിന് പോയിരുന്ന അവർ എത്താൻ വൈകി. ദേവിക്ക് സമയത്തു നിവേദ്യം നൽകാൻ കഴിഞ്ഞില്ല. അമ്മയെ പട്ടിണിക്കിടേണ്ടി വന്നല്ലോ എന്ന ദുഃഖം അവരിൽ കണ്ണീരായി. വൈകിയെങ്കിലും അമ്മയ്ക്ക് ആഹാരം പാകം ചെയ്യാൻ കലം നോക്കുമ്പോൾ മരച്ചുവട്ടിലിരുന്ന കലത്തിൽ നിറയെ ചോറും കറികളും. അവരുടെ അത്ഭുതം പ്രാർത്ഥനയായി. അമ്മയെ വിളിച്ചുള്ള പ്രാർത്ഥന തുടർന്നു. അപ്പോൾ അതാ കേൾക്കുന്നു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ ആഹാരം. നിങ്ങളുടെ ഭക്തിയിൽ ഞാൻ സന്തുഷ്ടയായി. തീരാ ദുഃഖത്തിൽ പോലും എന്നെ കൈവിടാത്തവർക്ക് ഞാൻ ദാസിയും തോഴിയുമായിരിക്കും. അങ്ങനെ വേടനും കുടുംബവും അമ്മയ്ക്ക് മൺകലങ്ങളിൽ അർപ്പിച്ച നിവേദ്യവും പരാശക്തിയായ അമ്മ വേടനും കുടുംബത്തിനും നൽകിയ ആഹാരവുമാണ് ചക്കുളത്തുകാവിലെ പൊങ്കാലയുടെ ഐതിഹ്യം. ആണ്ടുതോറും ആയിരക്കണക്കിന് സ്ത്രീജനങ്ങൾ ക്ഷേത്രസന്നിധിയിൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികയ്ക്ക് പുത്തൻ കലങ്ങളിൽ നിവേദ്യം തയ്യാറാക്കുന്നു. സന്ധ്യയ്ക്കു കാർത്തിക സ്തംഭം കത്തിക്കുന്നതോടെ ദേവിയെ എഴുന്നള്ളിക്കുന്നു.